ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വ്ളോഗിൽ നമ്മൾ ചെറിയൊരു ഇഫ്താറും പിന്നെ ഞങ്ങൾ ഒരു കുഞ്ഞു നൈറ്റ് ഔട്ടുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹിലുവിൻ്റെ റിക്വസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ഇന്നത്തെ ഇഫ്താറിന് എന്തായാലും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഞാൻ കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് മാരിനേഷൻ ബട്ടർ മിൽക്കിലാണ് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ജിഞ്ചർ ഗാർലിക് ഓണിയൻ പേസ്റ്റും ഇട്ടിട്ട് 2 മണിക്കൂറിന് ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കണം. അതിനാവശ്യമുള്ളത് മുട്ട, മൈദ, കുരുമുളക് പൊടി, കശ്മീരി റെഡ് ചില്ലി, ഉപ്പ്. അപ്പോൾ ആ ഒരു മാരിനേഷൻ കൂടെ റെഡിയാക്കി അതിൽ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യാൻ സമയത്ത് നമ്മളുടെ ഈ ഒരു ഡ്രൈ മിക്സ് റെഡിയാക്കുക. ഡ്രൈ മിക്സിൽ ഞാൻ എടുത്തിട്ടുള്ളത് മൈദയും പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലോറും ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇതിനകത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പച്ചവെള്ളത്തിൻ്റെ ബൗളിൽ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്യുക. വീണ്ടും ഈ ഒരു ഡ്രൈ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് ഒന്ന് എക്സ്ട്രാ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഫ്രൈഡ് ചിക്കൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ആ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഷഫാൻക്ക് ഇവിടെ നമുക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു നോമ്പിന് ഞങ്ങൾ കഴിയുന്നതും സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തുറയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികവും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള നോമ്പ് തുറയായിരുന്നു. പുറത്തുനിന്നുള്ള സ്നാക്സ് ഞങ്ങൾ പറ്റുന്നതും ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം ഈ റിപ്പീറ്റഡ് ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് കുറേ ഹെൽത്ത് ഇഷ്യൂസിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത്രയും ആഗ്രഹം വരികയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ 1-2 ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പുറത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെയാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഉള്ളിൽ നല്ലോണം വേവുകയും വേണം, പുറത്ത് അത്യാവശ്യം ക്രിസ്പി ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ സിമ്മൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഓയിലിൽ കിടന്ന് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ലൈം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് ചിക്കൻ അപ്പോഴേക്കും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ പ്ലേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു പരിപാടി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കണം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. ഇനി 2-3 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ടേബിളൊക്കെ ഇവിടെ സിമ്പിളായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അധികം ഒന്നുമില്ല. ഫ്രൂട്ട്സും ലൈമും പിന്നെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴം, മുന്തിരി, ഫ്രൂട്ട്സ്, മാംഗോ, വാട്ടർമെലൺ, പിന്നെ ബ്രോസ്റ്റ്, കുറച്ച് ക്യാരറ്റും ലൈമും. പിന്നെ നമ്മൾ ഫസ്റ്റ് പച്ചവെള്ളം കൊണ്ടാണ് കുടിക്കുക, പിന്നെയാണ് ലൈം കുടിക്കുള്ളൂ. പിന്നെ ഇവിടെ ഹിലു ഉണ്ടാവലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഹിലു ഇല്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഹിലു ഉണ്ട്, ഹിലു ഉറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും നോമ്പ് തുറന്നിട്ട് അവൾ എണീറ്റിട്ട് അവൾക്ക് കൂടെ കൊടുക്കാം. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു. അൽഹംദുലില്ലാ. ആ വെള്ളം കിട്ടുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കുറവാണ്, നമുക്ക് കൂടുതലും ദാഹമാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവുന്നതുകൊണ്ട് ഭയങ്കര ദാഹമാണ്. അപ്പോൾ ആദ്യത്തെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറ് പകുതി നിറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സും ഈ ഒരു ഫ്രൈഡ് ചിക്കനും കൂടെ കഴിച്ചാൽ സത്യം പറഞ്ഞാൽ വേറെ ഒന്നിനും സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ചില ദിവസം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഡിന്നറും കൂടെ കഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തെന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഹിലു എണീറ്റ്. അപ്പോൾ അവൾക്കുള്ള കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഹിലു, ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായോ? സൂപ്പറാണോ? ഹിലു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്, അതുകൊണ്ടാണ് ഇങ്ങനെ മുടി, നൂഡിൽസ് മുടി. യമ്മി യമ്മി. ഹിലുവിന് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഒറ്റയ്ക്കുള്ളതിനേക്കാൾ അവൾ കൂടുതലും ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോഴാണ് കഴിക്കുക. എല്ലാ ടൈപ്പ് ഫുഡും അവൾ ട്രൈ ചെയ്യും കേട്ടോ. അധികം എരിവില്ലാത്ത എന്തും അവൾ കഴിക്കും.
പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കും കേട്ടോ. കുറേ ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കില്ല, പക്ഷെ കുറച്ചാണെങ്കിലും അവൾ ആസ്വദിച്ച് കഴിക്കും. വിശക്കുമ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു സുഖമാണ് കേട്ടോ. കഴിച്ചോ, മാംഗോ നല്ല മധുരമുണ്ട്, മമ്മ തരാം. കഴിച്ചോക്ക്, ഒറ്റ കഴിക്കും. കഴിക്കും, അമ്മ വായിക്കട്ടെ തരണോ? പുളിയില്ല, എല്ലാം നല്ല മധുരമാണ്. അപ്പൊ നമുക്കോ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതി പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും വേഗം തന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. നോമ്പായതുകൊണ്ട് അധികം നേരമൊന്നും ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ട് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഹിലുവിനെ ഡ്രസ്സ് മാറ്റിക്കുന്നതും അവളെ മുടി കെട്ടിക്കുന്നതും. ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ അവൾ അതിനൊക്കെ റെഡി ആവുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൾ ഡ്രസ്സ് ചെയ്യാനും മുടി കെട്ടാനൊക്കെ സമ്മതിക്കുള്ളൂ. അതുവരെ ഞങ്ങളിങ്ങനെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിലവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾക്കും ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടിയതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചൂടാ നമ്മൾ അധിക ദിവസവും പുറത്തിറങ്ങുമ്പോഴേക്കും താഴെ റൂമിലുള്ള ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനൊക്കെയുള്ള പ്ലാനിലായിരിക്കും. ഞങ്ങൾക്ക് ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് 7:30 ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു ദിവസത്തിൽ. അപ്പോഴായിരിക്കും നമ്മളെ ഷോപ്പിങ്ങും പിന്നെ ഹിലുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതും പാർക്കിൽ പോകുന്നതിനൊക്കെ ടൈം കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സമയമാണല്ലോ, അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഹിലുവിന് കുട്ടി ഡ്രൈവ് ആണെങ്കിൽ പോലും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ പുറത്ത് പോകാനായിട്ട്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും എന്ത് കഴിക്കണം എന്നുള്ള ഡൗട്ടിലാണ് എല്ലാവരും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് എവിടെ പോകണം എന്നുള്ള തീരുമാനം എടുക്കണം. തബ് തബി തബ് തബ് തബി തബ് പാടില്ലോ. തബ് തബി തബ് തബ് തബനി. നോമ്പ് പകുതിയായപ്പോൾ തന്നെ ടൗണിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ഫുഡാണ് കേട്ടോ എവിടെയും കിട്ടാനില്ലാത്തത്. ഒന്നില്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈപ്പ് ഫുഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ തെരച്ചിലിന് ശേഷം ലാസ്റ്റ് നമ്മളിത് ആ ഫർസയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മളിവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഇവിടുന്ന് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്കൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇഫ്താറിൻ്റെ സമയത്താണ് ഇവിടെ നല്ല തിരക്ക്. ഇവിടെ കുറേ ഇഫ്താർ കോംബോ കിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും വന്ന് നോമ്പൊക്കെ തുറക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ആകെ പൊറോട്ട മാത്രമേ ഉള്ളൂ ബ്രെഡ് ഐറ്റംസിൽ. പിന്നെ റൈസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു പൊറോട്ടയും കറിയും മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹിലുവിന് എന്തായാലും ഫുഡ് ആവുന്ന ആ ഒരു ടൈം കൊണ്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസത്തിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, റമദാൻ ആയതുകൊണ്ട് തന്നെ. നമ്മള് മന്തിക്ക് കുറേ ഓടി 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 നടന്നു. എവിടെയും മന്തി ഇല്ല, ബിരിയാണി ഇല്ല, റൈസും ഇല്ല, ഒന്നുമില്ല. ആകെയുള്ള പൊറോട്ടയും സംഭവം മാത്രം. അപ്പോൾ പൊറോട്ടയും ആലപ്പി ചിക്കൻ കറി. ആലപ്പി ചിക്കൻ കറി എന്താവോ എന്തോ, അധികം എരിവൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് കഴിക്കാം.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു നോമ്പ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.